റോഷിബാൽ, ഈ വിഷയം ആദ്യം ഉന്നയിച്ചത് രമേശ് ചെന്നിത്തലയാണ്. പിന്നീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നു. നാളെ ഇപ്പോൾ നാളെ ഇപ്പോൾ സഭ തുടങ്ങുന്ന സമയത്ത് സഭയിൽ പ്രധാനപ്പെട്ട വിഷയമായി ഉന്നയിക്കാനിരിക്കുകയാണ് ഈ കാര്യം. ബ്രൂവറി വിഷയം അത് അനുവദിക്കില്ല എന്ന് തന്നെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പറയുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന വാദങ്ങളിൽ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ കൃത്യമായ തെളിവുകൾ പ്രതിപക്ഷത്തിന്റെ പക്കലുണ്ടോ? UDF എന്താണ് അടുത്ത നീക്കം? സ്മൃതി, ഈ ബ്രൂവറി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ വിശദീകരണങ്ങളൊക്കെ പ്രതിപക്ഷം പൂർണ്ണമായും തള്ളുകയാണ്. ഈ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും വൻ തുക കൈക്കൂലി വാങ്ങിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ ഉന്നയിക്കുന്നത്. അതിനൊപ്പമാണ് ഈ ജലചൂഷണം. കാരണം ആ മേഖലയിലുള്ള ജലക്ഷാമം അത് രൂക്ഷമാക്കുന്ന രീതിയിലായിരിക്കും ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ. കാരണം ഇത് എല്ലാ തരത്തിലും അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും മദ്യം എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നു, വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നു, അങ്ങനെ തുടങ്ങി അതിൻ്റെ ബോട്ട്ലിംഗ് ഉൾപ്പെടെ അവിടെ നടക്കുന്നതുകൊണ്ട് വലിയ തോതിൽ ജലം ആവശ്യമാണ്. അത് വാട്ടർ അതോറിറ്റി നൽകുമെന്ന ഉറപ്പാണ് സർക്കാർ നൽകുന്നതെങ്കിലും അത് പ്രായോഗികമാകാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തൽ പ്രതിപക്ഷത്തിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രാദേശികമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിനെതിരെ പ്രതിഷേധം നടത്തുക. അതിനൊപ്പം തന്നെ അഴിമതി തുറന്നുകാട്ടുക എന്ന ഒരു തീരുമാനവും UDF എടുത്തിരിക്കുന്നത്. നിയമസഭയ്ക്കകത്ത് വലിയ രീതിയിൽ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനാണ് തീരുമാനം. സർക്കാരിൻ്റെ ഒരു വിശദീകരണങ്ങളും അംഗീകരിക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ ഈ LDFിൻ്റെ മദ്യനയത്തിന് വിരുദ്ധമാണ് ഈ തീരുമാനമെന്ന് പ്രതിപക്ഷം ആരോപിച്ചെങ്കിലും 2023-24 വർഷത്തെ മദ്യനയത്തിൽ ഈ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കും എന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ആ ഒരു ആരോപണത്തിൽ പിന്നീട് UDF ഉറച്ചു നിന്നിട്ടില്ല. എങ്കിൽ പോലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഈ പ്രദേശത്ത് ജലചൂഷണത്തിന് വഴിയൊരുക്കുന്ന ഒരു നീക്കത്തിനും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതിനൊപ്പം തന്നെ അഴിമതി നടന്നിട്ടുണ്ട്. അതുകൊണ്ട്